ഇപ്പം ഞാൻ ഏത് ഒക്കെ റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ കമൻസും എൻ്റെ ഇടപെടലും ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മ്യൂസിക്കിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളത് ഷുവറാണ്. അല്ല, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡ്രാമയുണ്ട് ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഇല്ലേ. അപ്പോൾ ഡ്രാമ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ ഒരു ഫാമിലി, അതും ഫാമിലിയാണ്. അത് ഫാമിലി ആകുമ്പോൾ ചിലപ്പോൾ തമാശ പറയും, ചിലപ്പോൾ ഡ്രാമ കാണിക്കും, ചിലപ്പോൾ ഇമോഷണൽ എലിമെൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്നെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മ്യൂസിക്കൽ വാല്യൂവിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് ഇതൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടാണോ ഈ കുട്ടികൾ പാടുന്നത്, അവരുടെ പിച്ചൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണോ? ഞാനിതുവരെയും പോയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാം ലൈവാണ്. അതിലൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ആരും പിച്ച് കറക്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അത് ഒരു കാര്യം. രണ്ടാമത്, ചില ഇൻസ്റ്റൻസസിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്താൽ ആ കുഞ്ഞിനോട് ഇങ്ങനെ ചോദിച്ചാൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കുക. അത് ഒരു ഷോ, ഇത് ഷോ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഷോ അതിനകത്തുണ്ടാവും. ദാറ്റ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് 100% അങ്ങനെയാണെന്നും ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെയൊന്നുമല്ല. പല കാര്യങ്ങളും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ പല സിറ്റുവേഷൻസും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ചിലപ്പം കണ്ണു നനഞ്ഞ മുഹൂർത്തങ്ങളുണ്ട്, ചിലർക്ക് ഭയങ്കരമായിട്ട് ചിരിച്ച് അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഓടിക്കളിച്ച് അവരുമായിട്ട് ക്രിക്കറ്റ് കളിച്ച മൊമെന്റ്സ് പോലെ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ അതൊന്നും സ്ക്രിപ്റ്റ് അല്ല. ഷോ എന്ന് പറയുന്ന ഒരു എലമെന്റ് അംഗീകരിക്കുമ്പോഴും ഇറ്റ്സ് ട്രൂ, താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാലൻസ് വരുന്നുണ്ട്. പക്ഷെ അതിലൊരു ഓവറായിട്ട് കുട്ടികളെ പുഷ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ? അതായത് മൈ പോയിന്റ് ഈസ്, ഒരു 80s-ലും 90s-ലും ഒക്കെ യൂത്ത് ഫെസ്റ്റിവലുകളിലേക്ക് കുട്ടികളെ ഇങ്ങനെ പുഷ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന അച്ഛനമ്മമാരുടെ അതേ മെന്റാലിറ്റിയോടെയാണ് റിയാലിറ്റി ഷോയിലേക്ക് കുട്ടികളെ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം. ആക്ച്വലി നമുക്ക് അത്രയും വലിയൊരു ടാലന്റ് പൂൾ ഉണ്ടോ? ഐ എം നോട്ട് സെയിങ് ദേ ആർ നോട്ട് ടാലന്റഡ്. പക്ഷെ ഈ ടാലന്റ് പൂൾ മാത്രമാണോ കുട്ടികളെ കോൺസ്റ്റന്റ്ലി പുഷ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റും ഇല്ല? ഇപ്പൊ ടാലന്റ് പൂളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും സർ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പുതിയ റിയാലിറ്റി ഷോയിൽ ഞാൻ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ അതിൽ 60 പേര് ആണ്, 1200 പേരിൽ നിന്നോ ആണ് ഈ 60 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 60 പേരിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്യുന്ന ഇടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഈ 60 പേരിൽ ഒരു 50 പേരും അസലായിട്ട് പാടും. എനിക്ക് അത്ഭുതം തോന്നി. ഐ നെവർ എക്സ്പെക്റ്റഡ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെയല്ല, ടാലൻറ്റ് പൂളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ വർഷങ്ങളായിട്ട് ഇത് കാണുകയും അവരുടെ വളരെ കൊച്ചിലെ തന്നെ അവർക്ക് ഇത് കാണുമ്പോൾ മ്യൂസിക് പഠിക്കണം എന്ന് ആഗ്രഹം വരുന്നു, പഠിച്ചു തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ടാലൻറ്റ് പൂൾ ഉണ്ടാവുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ടായിട്ട്, ഒരു ക്ലോസ് ലൂപ്പായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൽ വന്ന കുട്ടി പറഞ്ഞു, കഴിഞ്ഞ 5 സീസണായിട്ട് ഞാനിത് കാണുന്നുണ്ട് എന്നൊരു ചെറിയ കുട്ടി പറയാണ്. പണ്ട് മുതലേ കാണുന്നുണ്ടെന്ന് 7 വയസ്സായ ഒരാൾ പറയാം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അവരെ അത് വല്ലാണ്ട് അവരുടെ മനസ്സിൽ കയറുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ടാലൻറ്റിൻ്റെ പൂള് അങ്ങനെയാണ്. അപ്പോൾ അതിൽ മാക്സിമം ഒരു സത്യസന്ധത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അതിലുണ്ടായിട്ടുള്ളതിലും എല്ലാം ആ രീതി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ടാലൻസ് ഉണ്ടെന്ന് അത്ഭുതം തോന്നും നമുക്ക്. ടാലൻസിനെ അവരെ കേൾക്കുമ്പോൾ ഈ 5, 6, 7 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, ഈ സ്വരം എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ മ്യൂസിക് ആര് ചെയ്തെന്ന് അറിഞ്ഞൂടാ, ലിറിക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ പാടുന്ന കേൾക്കുമ്പോഴത്തേക്കും ഇതെല്ലാ എക്സ്പ്രഷൻസോട് പാടുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതം തോന്നും. അവിടെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമേ അല്ലെന്ന്. അപ്പോൾ ടാലൻ്റാണ്. അപ്പോൾ ആ ടാലൻറ്റിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും പരമാവധി ശ്രമിക്കുന്നത് ഇത്തരം റിയാലിറ്റി ഷോസിലൂടെയാണ്. അപ്പം അത് വളരെയധികം സന്തോഷം. പക്ഷെ അതിൽ നിന്ന് ടാലന്റ് ഹണ്ടിങ് നടക്കുന്നില്ല. ഐ തിങ്ക് ശ്രേയ ഘോഷാൽ ഈസ് ദി ഓൺലി വൺ നാഷണലി, ആൻഡ് അരിജിത്ത്, മ്യൂസിക് ഡയറക്ടർ അരിജിത്ത്. അതല്ലാണ്ട് നോട്ട് മെനി ഹാവ് കം. ഇവിടെ കേരളത്തിൽ പോലും ആ ഒരു ടാലന്റ് ഹണ്ട്, ആ ഒരു പ്രോസസ്സ് കേരളത്തിലാണെങ്കിലും നജീം ഇർഷാദ് അങ്ങനെ വന്നതാണ്, മൃദുല വാര്യർ അങ്ങനെ വന്നതാണ്, അത് പല ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ലക്കിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ടാലൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്വയം
നമ്മൾ ബോധിപ്പിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റിയാസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കത് സാധിക്കുന്നു, അത് വേറെ ഘടകങ്ങൾ കൊണ്ടാണ് സാധിക്കാത്തത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും, അവർക്ക് പതുക്കെ 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 ആൻഡ് ദേ ഹാവ് ടൈം ഓൾസോ. എന്ന് പറഞ്ഞാൽ 8 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 12 വർഷം മുന്നോട്ട് പോയിട്ട് മാത്രമാണ് അവർ പ്ലേ ബാക്ക് സിംഗിങ്ങിനെ പറ്റിയൊക്കെ ആലോചിക്കേണ്ടത്. ആ സമയത്തേക്ക് അവർക്ക് നന്നായിട്ട് സജ്ജമാവാൻ പറ്റും. ശ്രേയ ഘോഷാലിനെ പറ്റി ആദ്യം പറഞ്ഞു. ശ്രേയ ഘോഷാലിനെ ഏറ്റവും അധികം മലയാളത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ താങ്കൾ തന്നെയായിരിക്കും. എന്താ അവരുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? അവരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്നത് എന്താണ്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ശ്രേയ എന്ന് പറയുന്നത് ഒരു ലിവിങ് ലെജൻഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻ്റാണ് എന്നെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കെമിസ്ട്രി, ഒരു സംഗീത സംവിധായകനും ഗായികയും ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വളരെ പേഷ്യൻ്റായിട്ട് എന്നെ കേൾക്കുകയും പാട്ട് പഠിക്കുകയും പാട്ടിൻ്റെ ഹൃദയം തൊട്ടു പാടുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം പോലും എനിക്കതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ആരിൽ നിന്ന് 100% കിട്ടില്ല. യേശുദാസ് സാറിൽ നിന്ന് നിയർ 100% എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നവീന കാലത്ത് എനിക്കത് കിട്ടുന്നത് ശ്രേയയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അവരൊരു ഓത്തൻറ്റിക് ആയിട്ടൊരു മ്യൂസീഷ്യനാണ്, ഒരു വെറും പാട്ടുകാരിയല്ല, ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ്. ആൻഡ് ഷീ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇറ്റ് ഇസ്. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതെന്താണ്, ഞാൻ എവിടെയാണ് ഞാൻ അത് കൊടുക്കേണ്ടത്, എവിടെ കൊടുത്താലാണ് അവിടെ ടച്ച് ചെയ്യാൻ പറ്റണേ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് ഏത് ടൈപ്പ് ഓഫ് സോങ് ആയാലും, ഏത് ജോൺറയിലുള്ള പാട്ടായാലും, ജനസിലുള്ളതായാലും, അത് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് അവരിയ്ക്കുന്ന ഒരു സീറ്റിൽ അവരിയ്ക്കുന്നതെന്ന് തോന്നുന്നു. താങ്കളുടെ ചോയ്സ് ഓഫ് സിംഗേഴ്സ് പലപ്പോഴും സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിദ്യാധര മാഷെ കൊണ്ട് പാടി. എങ്ങനെയാണ് അദ്ദേഹത്തെ ചൂസ് ചെയ്യേണ്ട കാരണം? എങ്ങനെയാണ്, എന്താ ആ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയൂ. ഈ പാട്ട് ഇങ്ങനെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ മനസ്സിലുണ്ടായത്, കാരണം ഇന്ദ്രൻ സേട്ടനാണ് അഭിനയിക്കുന്നത്. അതൊരു കള്ളൻ്റെ റോളാണ്, ഒരു കള്ളൻ ഹാർമോണിയം വെച്ച് പാടുന്ന റോളാണ്. സാധാരണ നമുക്ക് സിനിമയിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. പക്ഷെ അയാളുടെ സങ്കടങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളല്ല വേണ്ടതെന്നുള്ളൊരു തോന്നലുണ്ട്. വിദ്യാധര മാസ്റ്റർ ഒരു ഗ്രേറ്റ് സിംഗറാണ്, ഓഫ് കോഴ്സ് ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് വേറെ ആർക്കും അതുപോലെ പാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രേറ്റ് സിംഗർ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹം ഇതിൽ പാടുമോ എന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഗിറ്റാറിൽ എൻ്റെ കൂടെ ഇളങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്നെ അസിസ്റ്റ് ചെയ്ത് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ആണ് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് വിദ്യാധര മാസ്റ്ററോട് ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ വിദ്യാധര മാസ്റ്ററെ അപ്രോച്ച് ചെയ്യുന്നത്. മാസ്റ്റർ പറയുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് വരുന്നു, ആ പാട്ട് പാടുന്നു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ചേസിങ് വൺസ് പാഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ് ദറ്റ് I could make it at least to some extent and sit here like this in front of all of you. എനിക്ക് ഈ വയലിൻ അതാണ് ഭയങ്കര ഇഷ്ടം. വയലിൻ എന്ന് പറഞ്ഞാൽ സോളോ വയലിൻ അല്ല, ഗ്രൂപ്പ് ഓഫ് വയലിൻ, സ്ട്രിങ് ഓർക്കസ്ട്ര എന്ന് പറയും. അപ്പോൾ അത് വയലിൻ, വിയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇത് 4 കൂടെ ചേരുമ്പോഴാണ്. അത് പല ഫ്രീക്വൻസികളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. വയലിൻ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസീസ്, വിയോള അതിൻ്റെ താഴെ, ചെല്ലോ അതിൻ്റെ താഴെ, ഡബിൾ ബേസ് ഏറ്റവും ബേസ്. ഈ 4 ഫ്രീക്വൻസികളും ചില നോട്ട്സിലൂടെ അതിങ്ങനെ പറക്കുമ്പോഴത്തേക്കും അതിനുണ്ടാകുന്ന ഭാവങ്ങളും അത് നമ്മളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാജിക്കലാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ മനുഷ്യന് അങ്ങനെയൊക്കെ ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പോൾ അതാണ് ആ സ്ട്രിങ് ഓർക്കസ്ട്രയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം. നമ്മുടെ ഇന്ത്യൻ ടേംസിലാണെങ്കിൽ അത് സാരംഗി എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. സാരംഗി എന്ന് വരുന്നത് ശരിക്കും സൗ രംഗി എന്നുള്ള ഇതിന്നാണ്. സൗ മീൻസ് 100 കളേഴ്സ്. അപ്പോൾ ഹ്യൂമൻ വോയിസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാവുന്ന, ഇമോഷൻസ് കൊണ്ടുവരാവുന്ന. ശരിക്കും അവിടെ ഒരുപാട് യുദ്ധങ്ങളും ഒക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് സങ്കടമായിരുന്നു ബേസിക്കലി മനസ്സിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്.
അതിലൊരു നോട്ട് വായിച്ചാൽ നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും സാധനം വായിക്കുന്നു. പൊതുവെ നമ്മുടെ കമ്പോസേഴ്സിന് വയലിൻ അല്ലെങ്കിൽ ഫ്ലൂട്ടിനോടൊരു ഒരു പക്ഷപാതിത്വമുണ്ട്. എന്താ ഹിന്ദുസ്ഥാനി ഇഷ്ടല്ലേ? ഓഫ് കോഴ്സ് ഹിന്ദുസ്ഥാനി വളരെ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ ക്ലാസിക്കൽ, ഈ 3 കാര്യങ്ങളാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. സിനിമയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കിനെയും കമ്പയർ ചെയ്തിട്ട് പറയാറുണ്ട്, ഹിന്ദുസ്ഥാനി കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു സംഗീതമാണെന്നും കർണാട്ടിക് കുറച്ചുകൂടി മാത്തമാറ്റിക്കലാണെന്നും ബ്രെയിൻ ആണെന്നും മറ്റത് ഹൃദയമാണെന്നും അങ്ങനെയൊക്കെ ഒരു കമ്പാരിസൺസ് കേൾക്കാറുണ്ട്. അല്ല, എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടിനും 2 ഹൃദയമാണെന്നാണ് പറയുന്നത്. ഒരു ഹൃദയമല്ല, പക്ഷെ രണ്ടിലും കൂടെ ഓടുന്നത് രക്തം തന്നെയാണ്. അതിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ്, അതിനെപ്പറ്റി സംശയമില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടുകൂടി ഒന്ന് പാടിയാൽ. മെല്ലെയാണീ യാത്ര, നിളയിലൂടൊരു യാത്ര, കനവിലൂടൊരു യാത്ര.